Hello friends, welcome to the channel. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ബിസിനസ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ്. അതായത് HDFC ബാങ്കിന്റെ ബിസിനസ് ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് പറയാൻ പോകുന്നത്. ഇത് ആക്ച്വലി ഒരു സൂപ്പർ പ്രീമിയം ബിസിനസ് ക്രെഡിറ്റ് കാർഡാണ്. എന്താ വെച്ചാൽ അതിന് ആനുവൽ ചാർജും ജോയിനിങ് ചാർജും 10,000 രൂപ പ്ലസ് GST ആണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. പക്ഷെ നിങ്ങൾ ടാക്സ് പേയ്മെന്റും അതുപോലെ തന്നെ GST സംഭവങ്ങളൊക്കെ അടക്കുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് കാർഡ് തന്നെ വേണമെങ്കിൽ പറയുന്ന സാധനത്തിന് ഇതൊരു മെറ്റൽ കാർഡാണ്. അത് ഞാൻ എടുത്ത് പറഞ്ഞോട്ടെ. ഇതിന് നമുക്ക് ഇതിന്റെ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് റിവാർഡ് റേറ്റ് വരുന്നത് 3.5% തൊട്ട് 33% വരെ നമുക്ക് ഇതിന്റെ റിവാർഡ് റേറ്റ് ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റ് ഫോർ ടാക്സ് പേയ്മെന്റ് ആണ്. നമുക്ക് 5x റിവാർഡ് പോയിന്റ് ഓൺ ടാക്സ് ആൻഡ് ബിൽ പേയ്മെന്റ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതാണ് വൺ ഓഫ് ദ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ജോയിൻ ഫീ വരുന്നത് 10,000 പ്ലസ് GST ആണ്. നിങ്ങൾക്ക് 90 ഡേയ്സിനുള്ളിൽ നിങ്ങൾ 1.5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ആക്ച്വലി ആനുവൽ ജോയിൻ ഫീസ് വേവ് ഓഫ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് ക്ലബ് മാരിറ്റ് മെമ്പർഷിപ്പും അതുപോലെ തന്നെ 5,000 രൂപയുടെ താജ് വൗച്ചറും കിട്ടുന്നുണ്ട് കേട്ടോ. റിന്യൂവൽ ഫീ വരുന്ന 10,000 രൂപ പ്ലസ് GST ആണ്. റിന്യൂവൽ ബെനിഫിറ്റ് സംഭവമൊന്നുമില്ല, നില്ലാണ്. റിന്യൂവൽ ഫീ വേവ് ഓഫ് വരുന്ന 7 ലക്ഷം സ്പെൻഡ് ചെയ്യണമെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇത് പ്രീമിയം കാർഡാണ്, അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ വേണം എക്സ്പെക്ട് ചെയ്യാൻ കേട്ടോ. പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഇതിന്റെ ഡിസൈനെ കുറിച്ചാണ്. ഡിസൈൻ ഓൾറെഡി പഠന സംഭവങ്ങളൊക്കെ ഓൾറെഡി കണ്ടായിരിക്കും. മെറ്റൽ ഡിസൈനാണ്, ബ്ലാക്ക് കളറിലാണ്, ബ്ലാക്ക് കാർഡാണല്ലോ. പിന്നെ നമുക്ക് ഇതിന്റെ റിവാർഡ് പോയിന്റ് കാറ്റഗറി പറയാം. റെഗുലർ സ്പെൻഡ് ആണെങ്കിൽ നമുക്ക് 5 റിവാർഡ് പോയിന്റ് ആണ് പെർ 150 റുപ്പീസ് സ്പെൻഡ്. അതായത് ഓൾമോസ്റ്റ് ഒരു 3%. ആക്സിലറേറ്റഡ് റിവാർഡ് പോയിന്റ് വരുന്നുണ്ട് 5x റിവാർഡ് പോയിന്റ്. അതായത് 25 റിവാർഡ് പോയിന്റ് ആണ് കിട്ടുക എവരി 150 റുപ്പീസ് സ്പെൻഡ്. അതായത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് 16% നമുക്ക് അതിന്റെ റിട്ടേൺ കണക്കാക്കാം. അപ്പോൾ അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതിന്റെ കൂടെ നമുക്ക് ആമസോൺ പേ വൗച്ചറൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ 5x റിവാർഡ് പോയിന്റ് നമുക്ക് അപ്ലിക്കബിൾ ഓൺ മിനിമം സ്പെൻഡ് ഓഫ് ₹50,000 ആണ് നമുക്ക് അത് പറ്റുള്ളൂ. അതുപോലെ തന്നെ മാക്സിമം ക്യാപ്പ് ഓൺ 5x എന്ന് പറയുന്നത് 7,500 റിവാർഡ് പോയിന്റ് ആണ് കേട്ടോ. ക്യാപ്പിംഗ് ഉണ്ട്, നിങ്ങൾക്കറിയാം. പിന്നെ റിവാർഡ് പോയിന്റ് വാലിഡിറ്റി വരുന്നത് 3 കൊല്ലമാണ്. പിന്നെ നമുക്ക് ഇതിൽ റെസ്ട്രിക്ഷൻസ് ഓൺ റിവാർഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 70% മാത്രമാണ് പോയിന്റ് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബാക്കി 30% നമ്മൾ കാർഡിന് ഉപയോഗിക്കേണ്ടി വരും. പിന്നെ ഇൻഷുറൻസിനാണെങ്കിൽ നമുക്ക് 5,000 റിവാർഡ് പോയിന്റ് ആണ് പെർ ഡേ പറ്റുള്ളൂ. ഗ്രോസറി ആണെങ്കിൽ 2,000 റിവാർഡ് പോയിന്റ് ആണ് പെർ മന്ത് പറ്റുള്ളൂ. അതുപോലെ തന്നെ റിഡംഷൻ ക്യാപ്പ് വരികയാണെങ്കിൽ 75,000 പോയിന്റ്സ് പെർ കലണ്ടർ മന്ത്. അതായത് ഒരു മാസത്തിൽ 75,000 പോയിന്റ് ആണ് നമുക്ക് മാക്സിമം റിഡീം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഈ 5x റിവാർഡ് പോയിന്റ് ഒക്കെ എന്തിനൊക്കെ നമുക്ക് കിട്ടുക? ഇൻകം ടാക്സ് പേയ്മെന്റ് ചെയ്യുമ്പോൾ, GST പേയ്മെന്റ് ചെയ്യുമ്പോൾ, പേസിപ്പിൽ നമുക്ക് ബിൽ പേയ്മെന്റ് സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ, സ്മാർട്ട് ബിൽ അതായത് ബിൽ പേയ്മെന്റ് ആണ് ഓട്ടോ ഡെബിറ്റ് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ബിസിനസ് പേയ്മെന്റ്സിന് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു കിടിലൻ സംഭവം തന്നെ പറയാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാർഡ് പ്രീമിയം ആണ് കേട്ടോ. പിന്നെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് 5 ലക്ഷം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5,000 വാല്യൂ ബാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് ഓൾമോസ്റ്റ് 1%. 10 ലാക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെയും ഒരു 5,000 റുപ്പീസിന്റെ ഒരു വാല്യൂ ബാക്ക് കിട്ടുന്നുണ്ട്. 15,000 സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെയും ഒരു 5,000 രൂപയുടെ ഒരു വാല്യൂ ബാക്ക് കിട്ടുന്നത്. അത് ഓരോ നിങ്ങൾ 5 ലാക്ക് സ്പെൻഡ് ചെയ്യുമ്പോഴും 5,000 രൂപയുടെ വാല്യൂ ബാക്കാണ് കിട്ടാറുള്ളത് എക്സ്ട്രാ തിരിച്ചിട്ട്. അത് നോർമലി താജ് സ്റ്റേ വൗച്ചറായിട്ടാണ് കിട്ടുക. പിന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ, ഹോട്ടലിന്റെ പേരെന്താ ചേട്ടാ, താജ് അല്ലാണ്ട് വെച്ച ഹോട്ടൽ മാരിയറ്റിന്റെ വൗച്ചറായിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഇത്. ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് ബിസിനസ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയാം. ഞാൻ HDFC ബിസിനസ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ എന്റെ എൻട്രി ലെവൽ കാർഡാണ് കേട്ടോ. ഇത് പക്ഷെ ഒരു കിടിലൻ സംഭവം തന്നെയാണ്. പക്ഷെ 10,000 രൂപ കൊടുത്ത് എടുക്കേണ്ട കാര്യം ആലോചിക്കുമ്പോഴാണ് ഒരു ഇത്. അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിൽ പേയ്മെന്റ്സിനും ടാക്സ് പേയ്മെന്റ്സിനൊക്കെ കിടിലൻ സംഭവമാണ് കേട്ടോ. അതൊരു പറയാണ്ടിരിക്കാൻ വയ്യ സംഭവം. കിടു സാധനം തന്നെയാണ്. പിന്നെ മെറ്റൽ കാർഡാണ്, പ്രീമിയം കാർഡ് ആയതുകൊണ്ട് മെറ്റൽ കാർഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ HDFCയുടെ ബ്ലാക്ക് ബിസിനസ് ക്രെഡിറ്റ് കാർഡിന്റെ ഡീറ്റെയിൽസ് കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എന്നെ കമന്റ് ചെയ്താൽ മതി. നമ്മൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നമ്മുടെ 2 ചാനൽ കാണാൻ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത കാണാം.